യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടതയെ നേരിടേണ്ടത് പ്രാർത്ഥന എന്ന വജ്രായുധം കൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു പോരാട്ടം നടക്കാൻ പോവാം. ഒരു വഴിക്ക് കഷ്ടത വിതയ്ക്കുന്ന ദുഷ്ടന്റെ കൈയും, മറുവഴിക്ക് കഷ്ടത എതിർക്കുന്ന പ്രാർത്ഥന എന്ന വജ്രായുധം. ഈ കഷ്ടത്തെ, രോഗമെന്ന കഷ്ടം, ശരീരത്തിൽ ദണ്ഡനമെന്ന കഷ്ടം, അതിനെയൊക്കെ ഇന്ന് പ്രാർത്ഥന കൊണ്ട് ജയിക്കണം. ഓ ഹല്ലേലൂയ. നീ നിത്യരോഗിയെന്ന് ചിലര് വിധി എഴുതി, അല്ല, പ്രാർത്ഥന കൊണ്ട് നീ സൗഖ്യം സ്വീകരിക്കണം. നീ നിത്യശാപത്തിന് അടിമയെന്ന് ചിലര് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ആ ശാപം പൊട്ടിക്കണം. നിന്റെ വീട് ഇതിനപ്പുറത്ത് പോകത്തില്ലെന്ന് ചിലർ വിധി പറഞ്ഞു, അല്ല, നിന്റെ വീട് ആ വിധി പൊട്ടിച്ച് വെളി വരണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സാധാരണ കാറുകൾ കാർ പോർച്ചുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. എന്നാൽ റോഡിൽ കാർ പാർക്ക് ചെയ്താൽ, ഹല്ലേലൂയ, പൊടിപടലങ്ങൾ അടിക്കാതിരിക്കാൻ ആ കാറിനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിടും. മൂടിയിട്ട പ്ലാസ്റ്റിക് ഷീറ്റ് രാവിലെ വന്ന് എടുത്തു മാറ്റുമ്പോൾ ആ കാറിൻ്റെ ഒറിജിനൽ സ്തോത്രം സൗന്ദര്യം പ്രകാശിക്കുന്ന പോലെ ചില വീടുകളുടെ മേൽ ആരൊക്കെയോ മൂടിയിട്ട ചില കറുത്ത വിരികൾ ഇന്ന് ദൈവം എടുത്തു മാറ്റിയിട്ട് നിന്റെ വീട് പ്രകാശിക്കേണ്ട വീടാ. ഇതൊന്നുമല്ല നിന്റെ വീട്ടിൽ നടക്കേണ്ടത്. ഇന്ന് അനുഭവിക്കുന്നതല്ല നിന്റെ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. നിന്റെ വീട്ടിൽ ദൂതന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചു. നിന്റെ കൂടാരത്തിനകത്ത് ദൂതന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചു. നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ കിടക്കുന്ന മൂടുവിരികൾ, നിന്റെ വീട്, ബൈബിൾ പറയാം, മലമേലിരിക്കുന്ന പട്ടണം അത് മറഞ്ഞിരിപ്പാൻ പാടില്ല. നിന്റെ വീട് പ്രകാശിക്കേണ്ട വീടാ. നിന്റെ വീട് വെളിച്ചം വീശേണ്ട വീടാണ്. പക്ഷെ ആ വീടിന്റെ മേൽ ആരോ ഒരു അന്ധകാരത്തിന്റെ പുതപ്പ്. എനിക്ക് കാണാം ചില വീടുകളുടെ മേൽ നീട്ടിപ്പിടിച്ച ദുഷ്ടന്റെ കൈ. അത് നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിയെ ബന്ധിച്ചു. അത് നിന്റെ കുടുംബജീവിതത്തെ ചിഹ്നിപ്പിച്ചു. അത് നിന്നെ ഒരു മദ്യപാനിയാക്കി. അത് നിന്റെ വീട് ഒരു വ്യഭിചാരഭാവനയാക്കി മാറ്റി. എന്നാൽ യേശു പറയുക, ഇന്നത്തെ ആരാധന ആ കറുത്ത കരിമ്പട. ബൈബിൾ വാക്യമുണ്ട്, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും, ഒന്ന് പറയാവോ, പാളയം ഇറങ്ങി ഒന്ന് പ്രവചിക്ക്. അടുത്ത് നിൽക്കുന്ന ആൾക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടി വെച്ച് പറയാം, യഹോവയുടെ ദൂതൻ നിന്റെ വീടിന് ചുറ്റും പാളയം ഇറങ്ങി നിന്നെ വിടുവിക്കാൻ പോവുക. ലൈവിൽ കാണുന്നവരോട് ഞാൻ പ്രവചിക്കുക, നിന്റെ വീട്ടിൽ ദൂതന്റെ സാന്നിധ്യം നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിയെ ബന്ധിച്ച്, നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതത്തെ തകർത്ത്, അവൻ എന്നേ ജോലി കിട്ടി പോകേണ്ടതാ, ആ വഴി അടച്ചു വെച്ചിരിക്കുക. ദൂതന്മാരുടെ സാന്നിധ്യം. യെസ്, നിന്റെ വീടിനോടൊരു വെളിപ്പാട് പറയാനാ. നിന്റെ വീട്ടിൽ നിനക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറെ നാളുകൊണ്ട് നീ പ്രാർത്ഥിക്കുക പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഇന്ന് ദൈവത്തിന്റെ കണ്ണുകൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്നെ അവിടെ പാർപ്പിക്കത്തില്ലെന്നും നിന്നെ ആ ദേശത്തുനിന്ന് പിഴുതെറിയുമെന്നും വാദിക്കുന്ന ശക്തിയോട് ഇന്ന് മല്ല് കെട്ടുന്നത് ദൈവമാണ്. മറക്കരുത്, നിന്റെ കഷ്ടകാലം തീരുക, നിന്റെ ദുഃഖകാലം. നിനക്കറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഞാനൊരു വെളിപ്പാട് പറയാം. തമ്പുരാൻ തീരുമാനിച്ചതൊന്നും അല്ല നിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുടെയോ ചില തീരുമാനം നിന്റെ വീട്ടിൽ നടക്കുക. ദൈവം പറയാ, ഇനി അങ്ങനെ വേണ്ട. ആ മൂടുവിരി എടുത്തു മാറ്റിയിട്ട് നിന്റെ വീട് പ്രകാശിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം, നിന്റെ വീടിനകത്ത് പരിശുദ്ധാത്മാവ്. ഓ, യോബേൽ പ്രവചിച്ചത് നിന്റെ വീട്ടിൽ നടക്കട്ടെ. അന്ത്യകാലത്ത് നിങ്ങൾ ഇച്ചിരി കൂടെ എന്നെ ശ്രദ്ധിച്ചിരിക്കുവോ? എനിക്ക് ദൈവാത്മാവിനൊരു കാഴ്ച കാണാം. 2 കാര്യം ഇന്ന് നടക്കും. ഒന്നാമത്തെ കാര്യം, നിന്റെ വീടിന്റെ മുകളിൽ കിടക്കുന്ന ആ മൂടുവിരി നീ അല്ല, ഇന്ന് ദൂതന്മാരെടുത്തു മാറ്റും. രണ്ടാമത് ഒരു കാര്യം നിന്റെ മേൽ നടക്കും. മറിയയുടെ മേൽ നിഴലിട്ട പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ലോകത്തിൽ ഒരു സ്ത്രീയിലും നടക്കാത്തൊരു കാര്യം, ഒരു വീട്ടിലും നടക്കാത്തൊരു കാര്യം നിന്റെ വീട്ടിൽ നടക്കും. കുറച്ച് ദിവസമായിട്ട് നിനക്കറിയാം എൻ്റെ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്.
ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. നിന്റെ വീട്ടിലോട്ട് വരേണ്ട പല അനുഗ്രഹങ്ങളും വഴിയിൽ ബ്ലോക്കായി കിടക്കുക. ഇന്ന് ആ ബ്ലോക്ക് പൊട്ടിച്ച് നിന്റെ വീടിനകത്തോട്ടൊരു ഫ്ലോ തുറന്നു വിടാൻ പോവാതെ. നിന്റെ വീടിന് മേൽ കിടക്കുന്ന മൂടുവിരി ഇന്ന് മാറിയേ പറ്റൂ. എന്താ ഇന്ന് നടക്കേണ്ടതും നാളെ നടന്നാൽ പറ്റത്തില്ല, ഇന്നു തന്നെ നടക്കണം. നിന്റെ കഷ്ടകാലം തീരാൻ പോവാ, ദുഃഖകാലം തീരാൻ പോവാ. അതുകൊണ്ട് ആത്മാവ് പറയുക, ഇന്നും നിന്റെ കുടുംബത്തിൽ ഇത് നടന്നേ പറ്റൂ. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതൻ വന്നപ്പം ദൂതന്മാർക്ക് അപ്പം കൊടുത്തു, വെണ്ണ കൊടുത്തു, പാല് കൊടുത്തു, ഇറച്ചി കൊടുത്തു. ചോദ്യം, നീ കൊടുക്കുന്ന കഴിക്കാൻ വന്നതല്ലവര്. എന്തിനാ? നടത്തത്തില്ലെന്ന് 25 വർഷമായി നിന്നോട് വാദിച്ച ശക്തിയുടെ മുമ്പിൽ നടക്കുന്ന ഡേറ്റ് എഴുതി കൊടുക്കാനാ. അകലെ നിന്നല്ല ദൂതൻ നിന്റെ വീട്ടിൽ വന്ന്. ഒരു കാലത്ത് പിശാചി കൈയടക്കി വെച്ച വീടുകൾക്കകത്ത് ദൈവദൂതന്മാർ ഡേറ്റ് എഴുതാൻ കയറുക. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നിന്റെ വീട് പ്രകാശിക്കും, നിന്റെ ദേശത്ത് പ്രകാശിക്കും. നീ വായ്പ വാങ്ങാൻ ഓരോ വീടുകളിൽ പോയെങ്കിൽ നിന്റെ ഇന്ന് വായ്പ വാങ്ങാൻ ഓരോരുത്തരും നിന്റെ വീട് തേടി വരും. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ദൂതിന്റെ വെളിപ്പാടിന്റെ ആഴത്തിലോട്ടൊന്ന് ഇറങ്ങണം. ഹല്ലേലൂയ. അപ്പം കഷ്ടതയെ നേരിടേണ്ടത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന. എന്തുകൊണ്ടാ? പ്രാർത്ഥന ഒരു വജ്രായുധമാ. കഷ്ടതയെ നേരിടേണ്ടത് എങ്ങനെയാണ്? പ്രാർത്ഥന. ഞാനൊരു വെളിപ്പാടൂടെ പറയാം. ചിലതൊക്കെ പൊട്ടി നീ പുറത്തു വരും. നിന്നെ കളിയാക്കിയവരുടെ വാ അടഞ്ഞു പോകും. നിന്നെ നിന്ദിച്ചവന്റെ അധരങ്ങൾ അടഞ്ഞു പോകും. കാരണം എന്താ? നിന്റെ വീടൊരു ദൈവപ്രവൃത്തിക്ക് വെച്ചേക്കുക. കഷ്ടത വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അത് സദൃശ്യവാക്യത്തിൽ ആ കുഴപ്പം എഴുതിയിട്ടുണ്ട്. സദൃശ്യവാക്യം 24 അധ്യായം. അവിടെ ഒരു ദൂത് പറയാനാ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. സദൃശ്യവാക്യം 24 അധ്യായം എടുത്തേ, അതിന്റെ 10ാമത്തെ വാക്യം വായിക്കണം. സ്തോത്രം. മനസ്സിരുത്തി വായിക്കേണ്ട ദൂത. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. 2 കാര്യം കഷ്ടകാലത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. 1, കുഴഞ്ഞു പോവും. 2, ബലം നഷ്ടപ്പെട്ടു പോവും. സ്തോത്രം. ചിലര് കഷ്ടകാലത്തിനകത്ത് കുഴഞ്ഞു കിടക്കുക. ഗ്ലോറി ടു ഗോഡ്. നിവരാൻ വയ്യാത്ത പോലെ കുഴഞ്ഞു കിടക്കുക. പക്ഷെ ദൈവം നിന്നെ നോക്കി പ്രവചിക്കുക, ഇനി ആ കഷ്ടകാലം അല്പ ദിവസമേ ഉള്ളൂ, അതിനകത്തു നീ പുറത്തു വരും. എത്ര ശ്രമിച്ചിട്ടും മാറാത്ത കുഴച്ചില്, കുഴയുക, പിന്നെയും കുഴയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പൂടി കുഴച്ചിട്ടുള്ളവരൊന്ന് കൈവക്കാവോ? മൊത്തം പേരും കുഴച്ചിട്ടുണ്ടല്ലോ. ഞാനും കുഴച്ചിട്ടുണ്ടോ? ഇന്നും ചെയ്തോ? ശ്രദ്ധിക്കണം. കുഴച്ചിട്ടുണ്ടോ? ഗോതമ്പ് പൊടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുഴയ്ക്കും. ഉപ്പ് ഇടുവന്ന് ഇടും. ശ്രദ്ധിച്ച് കേൾക്കണം. കുഴയ്ക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ കുഴയ്ക്കുമ്പം നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടോ? കുഴയ്ക്കുന്നവന്റെ കയ്യെ മുഴുവൻ മാവ് കയറി പിടിക്കും. അതിനർത്ഥം എന്താ? വെറുതെ കുഴയ്ക്കണ്ട, ഞാൻ കുഴയത്തില്ല. പക്ഷെ കുഴയ്ക്കുന്നവന് നിർബന്ധമുണ്ട്. ഏത് കുഴയാത്തവനെയും കുഴയ്ക്കും. കുഴയ്ക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ അതാകണം. ഒരു ദൂതൂടെ ഞാൻ പറയാം. നീ ചില വിഷയത്തിൽ കുഴഞ്ഞു കിടക്കുക. പരിശുദ്ധാത്മാവിന് ഒന്നേ പറയാനുള്ളൂ, ഇനിയും കുഴയത്തില്ല, ഇനി ഒട്ടും കുഴയത്തില്ല. കാരണം നിന്റെ കഷ്ടകാലം തീരാൻ സമയമായി.